ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ സാലിസിലിക് ആസിഡിനെ കുറിച്ചിട്ടുള്ളതാണ്. മിക്കവരും അവരുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിലും അതിനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് മാത്രം ഉപയോഗിക്കുക. ഈ ഒരു വീഡിയോയിൽ സാലിസിലിക് ആസിഡ് എന്താണ്, അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തുകൊണ്ടാണ് സാലിസിലിക് ആസിഡ് നമ്മുടെ സ്കിന്നിന് ഒരു നെഗറ്റീവായിട്ട് വരുന്നത്, എന്തുകൊണ്ടാണ് സ്കിന്ന് റെഡിഷ് ആവുന്നത്, സാലിസിലിക് ആസിഡ് സ്കിന്ന് ഡാർക്കൻ ചെയ്യുമോ, പിന്നെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വരാവുന്ന മിസ്റ്റേക്സ്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ സാലിസിലിക് ആസിഡിൻ്റെ ഒരു ഓവർവ്യൂ ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാലിസിലിക് ആസിഡ് ഒരു BHA ആണ്, എന്ന് വെച്ചാൽ ബീറ്റ ഹൈഡ്രോക്സി ആസിഡ്. പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആണിത്. സാലിസിലിക് ആസിഡ് ആക്നെ ഉണ്ടാവാൻ കാരണമാകുന്ന ബാക്ടീരിയസിൽ നിന്ന് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്കിന്നിന് വേണ്ട എക്സ്ഫോളിയേഷൻ കൊടുക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ മാറാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിന്നിൽ മൈൽഡ് ആയിട്ടുള്ള ആക്നീസ് ഉണ്ട്, അതേപോലെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, പിമ്പിൾസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിനൊക്കെ ഒരു ട്രീറ്റ്മെൻ്റ് ആയിട്ട് ഈ ഒരു സാലിസിലിക് ആസിഡ് ഉപയോഗിക്കാം. ചെറിയ കോൺസെൻട്രേഷനിലൊക്കെ ഉള്ള പ്രൊഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെയിലി സ്കിൻ കെയറിലേക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. ഇത്രയൊക്കെയാണ് ഓവർവ്യൂവിൽ പറയാനുള്ളത്. ഇനി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ടെങ്കിൽ എന്താണ് സാലിസിലിക് ആസിഡ്? സാലിസിലിക് ആസിഡ് ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ്. നമ്മുടെ സ്കിന്നിനെ എക്സ്ഫോളിയേഷൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിലെ സെബം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കിന്നിലെ പോഴ്സ് എപ്പോഴും ക്ലിയർ ആയിട്ട് സൂക്ഷിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതേപോലെ ബ്ലെമിഷ് പ്രോൺ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വളരെയധികം എഫക്റ്റീവ് ആണ്. ഈ ഒരു സാലിസിലിക് ആസിഡ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ക്ലൻസേഴ്സ്, അതേപോലെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പ്രൊഡക്ട്സ്, എന്ന് വെച്ചാൽ ക്രീം, ലോഷൻസ്, സീറം അങ്ങനെയൊക്കെ. അതുമാത്രമല്ല പിന്നെ ആക്നെ ഫ്രണ്ട്ലി ആയിട്ട് വരുന്ന മേക്കപ്പ് പ്രോഡക്ട്സ്, അതേപോലെ ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഷാംപൂസ്, അതിലൊക്കെ ഈ ഒരു സാലിസിലിക് ആസിഡിൻ്റെ കണ്ടന്റ് ഉണ്ടാവാറുണ്ട്. സാലിസിലിക് ആസിഡ് ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിൽ അവൈലബിൾ ആണ്. എന്താണോ പർപ്പസ് അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ലോവർ കോൺസെൻട്രേഷനിലും ഹയർ കോൺസെൻട്രേഷനിലും സാലിസിലിക് ആസിഡ് അവൈലബിൾ ആണ്. ഹയർ കോൺസെൻട്രേഷനിലുള്ള സാലിസിലിക് ആസിഡ് സാധാരണ പീലിംഗ് ഏജന്റ് ആയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇത് ആക്നയുടെ അപ്പിയറൻസ് കുറയ്ക്കാനും മെലാസ്മയെ ട്രീറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ഇനി സാലിസിലിക് ആസിഡിൻ്റെ ബെനിഫിറ്റ്സ് ആണ് പറയാൻ പോകുന്നത്. ആക്നെ ഉണ്ടാവാൻ കാരണമാവുന്ന ബാക്ടീരിയസിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. സ്കിന്നിന് വേണ്ട എക്സ്ഫോളിയേഷൻ കൊടുക്കുന്നുണ്ട്. ഇൻഫ്ലമേഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആക്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഈ സാലിസിലിക് ആസിഡ് എങ്ങനെയാണ് നമുക്ക് സ്കിന്നിനെ ഒരു നെഗറ്റീവായിട്ട് ബാധിക്കുന്നതാണ്. ഒന്നാമത്തത് സ്കിന്നിലെ ഫോട്ടോ സെൻസിറ്റിവിറ്റി കൂടാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. സാലിസിലിക് ആസിഡ് DNA ഡാമേജിന് കാരണമാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്നിന് സൺബേൺ, സ്കിൻ ഡാമേജ് ഇത്തരത്തിലുള്ള റിസ്കുകളൊക്കെ ഉണ്ടാകാൻ വേണ്ടി കാരണമാവുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്ന് ഒരുപാട് ഡ്രൈ ആക്കും. ഈ സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് സ്കിന്നിനെ മോയ്സ്ചറൈസ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല. ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിൻ ഒന്നും കൂടി ഡ്രൈ ആവുകയാണ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഇത് ഓയിലി സ്കിന്നുകാർക്കാണ് കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് പറയാനുള്ളത് ഇത് കോമിഡോജനിക് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കോൺസെൻട്രേഷൻ 2% കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സ്കിന്നിൻ്റെ പോഴ്സിനൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണമാവും. അപ്പോൾ നിങ്ങൾ സാലിസിലിക് ആസിഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക അതിൻ്റെ കോൺസെൻട്രേഷൻ 2% കൂടുതലാണോ എന്നുള്ളത്. പിന്നെ പറയാനുള്ളത് ഇത് എല്ലാ ടൈപ്പ് ആക്നീസിലും ഇത് വർക്ക് ആവില്ല എന്നാണ്. ഹോർമോണൽ ബ്രേക്ക്ഔട്ട്സ് അല്ലെങ്കിൽ സിസ്റ്റിക് ആക്നെ ഇവയിലൊന്നും ഇത് വർക്ക് ആവില്ല. പിന്നെ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരാം. നമ്മൾ ഏത് പ്രൊഡക്റ്റ് ആണോ ഉപയോഗിക്കുന്നത് അതിൽ കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അതേപോലെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതൊക്കെ സ്കിന്നിന് ഇറിറ്റേഷൻ വരാതിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ പറയാനുള്ളത് എന്തുകൊണ്ടാണ് ഈ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് റെഡ് ആവുന്നതാണ്. സ്കിന്നിലെ തൊലി ഇളകി പോവുക, അതുപോലെ സ്കിന്ന് നന്നായിട്ട് ഡ്രൈ ആവുക, സ്കിന്നിൽ ഇറിറ്റേഷൻ എന്തെങ്കിലും ഫീൽ ചെയ്യുക, ഇതൊക്കെ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്നവരിൽ ചിലവരിൽ മാത്രം കണ്ടുവരുന്ന കോമൺ സൈഡ് എഫക്ട്സ് ആണ്. ഈ പ്രശ്നങ്ങളൊക്കെ റെഡ്നെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് കാരണമാവുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഇറിറ്റേഷൻസ് അപ്ലൈ ചെയ്ത ആ ഒരു സമയത്ത് തന്നെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടും ഫീൽ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡെർമറ്റോളജിസ്റ്റിനെ പോയിട്ട് കൺസൾട്ട് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തത് സാലിസിലിക് ആസിഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് ഡാർക്കൻ ആകുമോ എന്നുള്ളതാണ്. കൂടുതൽ പേരിലും ഈ സാലിസിലിക് ആസിഡ് യൂസ് ചെയ്തതിനെ കൊണ്ട് സ്കിന്ന് ബെറ്റർ ആയിട്ടുള്ളൂ. എന്നാലും ഒരു 2% ആളുകളിൽ സ്കിന്ന് ഡാർക്കൻ ആവാനുള്ള ചാൻസ് പറയുന്നുണ്ട്. ഇതിന് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ടെമ്പററി ആണ്. നമ്മളത് യൂസ് ചെയ്യുന്നത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ കളർ നമ്മുടെ ഒറിജിനൽ കളറിലേക്ക് വരുന്നതാണ്. ഇത് ഒരു പരിധിവരെ തടയാൻ വേണ്ടിയിട്ട് ഈ ഒരു സാലിസിലിക് ആസിഡ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുൻപ് ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക. സാലിസിലിക് ആസിഡ് 6 ആഴ്ച യൂസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സ്കിന്നിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ സ്കിന്നിന് എന്തെങ്കിലും നെഗറ്റീവായിട്ടാണ് നിങ്ങളുടെ സ്കിന്നിൽ വരുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യുക. ഇനി പറയാനുള്ളത് ഈ ഒരു സാലിസിലിക് ആസിഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വരാവുന്ന മിസ്റ്റേക്സ് ആണ്. ഒന്നാമത്തെ മിസ്റ്റേക്കാണ് നിങ്ങൾ ഈ സാലിസിലിക് ആസിഡ് ഒരു ഡാം സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും ഒരു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക.
രണ്ടാമത്തെ മിസ്റ്റേക്കാണ് ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഒരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അടുത്തായിട്ട് വരുന്ന മിസ്റ്റേക്ക് സൺസ്ക്രീൻ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഡേ ടൈമിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സൺസ്ക്രീൻ യൂസ് ചെയ്യുക. പിന്നെ വരുന്നത് ഈ ഒരു സാലിസിലിക് ആസിഡ് മറ്റുള്ള ഇറിറ്റേറ്റിംഗ് ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ റെറ്റിനോൾ, ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്, വൈറ്റമിൻ സി, ഈ പറഞ്ഞ ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ഇത് ഉപയോഗിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.